कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय गौरनिताय गौर हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മറ്റൊരു ഭഗവത്ഗീത യഥാരൂപം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം, അതില് 17-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. 15-ല് 17. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർദ്യ വ്യയ ഈശ്വര. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർദ്യ വ്യയ ഈശ്വര. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത യോ ലോകത്രയമാവിശ്യ വിഭർദ്യ വ്യയ ഈശ്വര. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ഭാവാർത്ഥം. ജയ പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകത്തിന്റെ ആശയം കഠോപനിഷത്തിൽ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ശ്വേതാശ്വതോപനിഷത്തിലും അങ്ങനെ തന്നെ. ബദ്ധരും മുക്തരുമായ ജീവാത്മാക്കൾ സംഖ്യാതീതമാണ്. അവർക്കുപരിയാണ് പരമാത്മാവായ പരമപുരുഷനെന്ന് ഈ കൃതികൾ സ്പഷ്ടമാക്കുന്നു. നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാം. ബദ്ധരും മുക്തരുമായ ജീവസത്തകൾക്കിടയിൽ അത്യുന്നതനായ ഒരു ജീവസത്തയുണ്ട്. ആ ഭഗവാൻ ജീവാത്മാക്കളെ സംരക്ഷിക്കുകയും അവരുടെ വ്യത്യസ്ത കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സുഖദുഃഖാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ആശയം. ഭഗവാൻ പരമാത്മരൂപേണ സർവ്വജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമാത്മാവിനെ അറിയുവാൻ സാധിച്ച ബുദ്ധിമാനായ ഒരുവൻ മാത്രമാണ് പൂർണ്ണശാന്തി നേടാൻ യോഗ്യനാകുന്നത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനി നാമേ. നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാരി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാരി ഗൗരി ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. അപ്പോ ഭഗവത്ഗീത യഥാരൂപം പുരുഷോത്തമ യോഗം അധ്യായം 15 17-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കുന്നത് ഇന്ന്, അല്ലെ? അപ്പോ ഇതില് ഈ 15-ാം അധ്യായത്തില് 3 ശ്ലോകങ്ങൾ, ഇതിന് നമ്മൾ ഇന്നിപ്പോ 17-ആണ് എടുക്കുന്നത്. അതിന് മുൻപേ ഉള്ള ഒരു ശ്ലോകം 16, അതിനുശേഷമുള്ള ഒരു ശ്ലോകം 18 എല്ലാ വേദങ്ങളുടെയും തത്വശാസ്ത്രത്തിന്റെയും സാരാംശമാണ്. അതല്ല, ഇതിന്റെയൊക്കെ ചുരുക്കമാണ് ഈ 3 ശ്ലോകങ്ങൾ എന്നാണ് പറയുന്നത്. ഏതൊരാളാണോ ഈ 3 ശ്ലോകങ്ങളും ഹൃദയസ്ഥമാക്കുന്നത് അവർക്ക് മുഴുവൻ വേദങ്ങളും ഹൃദയസ്ഥമാണെന്ന് പറയാം. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ 16, 17, 18. 15 നമുക്കറിയാം, അല്ലെ? അതും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ 16, 17, 18 മറ്റൊരു തരത്തില്, ഈ തരത്തില് അല്ലെ, വേദങ്ങളുടെ ശസ്ത്രശാസ്ത്രത്തിന്റെയും സാരാംശമാണ്. എല്ലാത്തിന്റെയും സാരാംശം ഇതിനകത്തുണ്ടെന്ന് അർത്ഥം. അപ്പോ ഇതറിയാം, ഈ 3 അറിയാമെങ്കിൽ എന്താണ്, അവർക്ക് എല്ലാവർക്കും മുഴുവൻ വേദങ്ങളും ഹൃദയസ്ഥമാണെന്ന് പറയാം. 4 വേദങ്ങൾ പഠിച്ച എന്താണ്
ജ്ഞാനിയാണെങ്കിൽ കൂടി ഈ മൂന്ന് ശ്ലോകങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനം പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. അല്ലെ? അപ്പൊ 16-ാമത്തെ ശ്ലോകം എന്താണെന്ന് നമുക്ക് അതിന്റെ വിവർത്തനം വായിക്കാം. പുരുഷന്മാർ രണ്ടുവിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. 17-ാമത്തെ നമ്മൾ വായിച്ചു. ഇവരെ കൂടാതെ, ഈ രണ്ടുപേരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യനായ ഭഗവാനുണ്ട്. അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ഇനി അടുത്ത ശ്ലോകം നോക്കിയാൽ അതിലെന്താ പറയാ? ഞാൻ ഇന്ദ്രാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു. എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഈ 17-ാമത്തെ 16, 17, 18 ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. അല്ലെ? അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമേറിയതെന്ന് അല്ലെ, അതാണ് നമ്മളിപ്പോ കാണുന്നത്. 16-ാം ശ്ലോകം പറയുന്നത് പുരുഷന്മാർ രണ്ടുവിധം നമ്മൾ വായിച്ചു. പറ്റാവുന്നതും അല്ലാത്തവരും. ഭൗതിക ലോകത്തിന് ജീവാത്മാക്കളെല്ലാം തെറ്റ് പറ്റാവുന്നവരാകും. അല്ലെ? അപ്പൊ നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും എന്നർത്ഥം. ചുതി പറ്റുന്നവരാണ്. അല്ലെ? ഭഗവാൻ അച്യുതനാണ്, ചുതി പറ്റാത്ത ആളാണ്. അതായത് ആധ്യാത്മിക ലോകത്തിലുള്ളവരും ചുതി പറ്റാത്തവരാണ്, അവർക്ക് തെറ്റ് പറ്റില്ല. അല്ലെ? ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റ് പറ്റാറില്ല, തെറ്റ് പറ്റുകയില്ല. പക്ഷെ നമുക്കാണെങ്കിലോ തെറ്റേ പറ്റൂ. അപ്പൊ നമ്മൾ വളരെ സൂക്ഷിക്കണം. അല്ലെ? നമ്മൾ എന്ത് ചെയ്താലും അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ തെറ്റിലുണ്ടാവും. പിന്നെ ഈ 17-ാമത്തെ ശ്ലോകം പറയുന്നത് ഇവരെ കൂടാതെ, നമ്മൾ ഇന്നത്തെ ശ്ലോകം, പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യനായ ഭഗവാനുണ്ട്. അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെ? നമ്മൾ നേരത്തെ കണ്ടു, തെറ്റ് പറ്റാവുന്നവരും തെറ്റ് പറ്റുന്നവരും തെറ്റ് പറ്റാത്തവരും. ആദ്യത്തെ കൂട്ടർ ഭൗതിക പ്രകൃതിയുടെ അധീനതയിലും രണ്ടാമത്തെ കൂട്ടർ ഭൗതിക പ്രകൃതിക്ക് അതീതരുമാണ്. അല്ലെ? അവര് ഈ മൂന്ന് മോഡ്സ് ഓഫ് നേച്ചറിന്റെ അണ്ടറിൽ വരുന്നത് ആരാണ്? ഭഗവാന്റെ അടുത്തുള്ള, അല്ലെ, ആത്മീയ ലോകത്തിലുള്ള ആൾക്കാർ. അവരെല്ലാവരും വളരെ ഭംഗിയായിട്ട്, വളരെ ബ്ലിസ് ആയിട്ട് താമസിക്കുക, അവിടെ ജീവിക്കുക, ഭഗവാന്റെ സേവയൊക്കെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അവിടെയാണ് ഹാപ്പി, അവിടെയാണ് സന്തോഷം, അവിടെയാണ് ആനന്ദം. നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരിക്കലും ഒരു ആനന്ദം കിട്ടത്തില്ല. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ലേ? അപ്പോ ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ രണ്ട് കൂട്ടരെയും കൂടാതെ ഭഗവാൻ കൃഷ്ണനുമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പോ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെ? ഞാൻ ഈശ്വരനാണെന്ന് പറയുന്ന ഒരു ഒത്തിരി ആൾക്കാരുണ്ട്. അല്ലെ? ഇങ്ങേര് ഈശ്വരനാണ്, ഇയാൾ ഈശ്വരനാണ്. ഇവിടെ ഉള്ള എല്ലാവരും ഈശ്വരനാണ്. അതാണ് നമ്മളിനി താഴെ പോകുന്ന കാര്യം. അതാണ് എന്താണ്, നമുക്ക് ഈശ്വരനാവണമെന്ന് താല്പര്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിനി താഴെ പോകുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും ഈശ്വരന്മാരായിട്ടാണ് നടക്കുന്നത്. അല്ലേ? എല്ലാവർക്കും ഈശ്വരന്മാരാവും. ഇതാണ് മായവാദം. ഇതാണ് നമ്മൾ മായയിൽ പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മൾ ഈശ്വരനാണെന്ന് പറയുന്നെങ്കിൽ ഹി ഈസ് ദ ബെസ്റ്റ് മായവാദി. മായയിൽ പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആളാണ് ആര്? ഞാൻ ഈശ്വരനാണെന്ന് പറയുന്ന ആൾ. ഇത്രയും വിഡ്ഢി വേറെ ആരും ഉണ്ടാവില്ല. അല്ലെ? കാര്യം ആ മായാ ലോകത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഭ്രമിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് അറിയത്തില്ലേ സത്യം എന്താണ്, അസത്യം എന്താണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, എന്താണ്? ഭഗവാന് രൂപമില്ല എന്ന് വാദിക്കുന്ന ആൾക്കാർ. അത് മായവാദികളെക്കാളും ഉയർന്നവരാണ് ഈ കൂട്ടർ. എന്താണ്? ഭഗവാൻ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്, പക്ഷെ ഭഗവാന് രൂപമില്ല എന്നാണ് അവർ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവര് ഭഗവാൻ ഉണ്ടെന്നെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊരു പ്ലസ് പോയിന്റ്, അല്ലെ, കുറച്ച് മാർക്ക് അവർക്ക് കൂടുതൽ കൊടുക്കും മായവാദികൾക്കാൾ. അല്ലേ? മായവാദികൾ എന്ന് പറഞ്ഞാൽ ഈശ്വരന്മാർ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറയും. ഇന്നലെ ഞാൻ 2 ദിവസം, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈസ്റ്റോഡിൽ കൂടെ പോയപ്പോൾ അവിടെ പുത്തിരിക്കുണ്ട് മൈതാനത്തിൽ ഭയങ്കര സമ്മേളനം നടക്കുക നിരീശ്വരവാദികളുടെ. അങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ ആ റൗണ്ട് എടുത്തപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് കേട്ടതാണ്. എന്താണ്? എന്താണോ ഇല്ലാത്തത് അതാണ് ഇവർ ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇവരെയൊക്കെ മടൽ വെട്ടി അടിക്കണ്ടേ ഇവന്മാരാണ്. അവിടെയോ ഇഷ്ടം എന്തുമാത്രം ആൾക്കാരാണ് അത് കേൾക്കാനായിട്ട് ഇങ്ങനെ ഉത്സുകരായിട്ടിരിക്കുന്നത്. കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരായിരിക്കും. അല്ലെ? അവരുടെ ഭരണമല്ല, അവരുടെ ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ആനന്ദമാണ്. അയ്യോ, എന്തൊരു സന്തോഷം ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ. ചില ആൾക്കാർ ജീവനം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഭഗവാൻ ഇല്ലാത്ത തെളിയിക്കാനായി. വല്ല ആവശ്യമുണ്ട്? ഇതുങ്ങളൊക്കെ നരകത്തിന്റെ നരകത്തിന്റെ നരകത്തിലേക്കായിരിക്കും പോവുക. അല്ലേ? അവിടെ എന്താണ് യമദേവൻ ഇതിനൊക്കെ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് നോക്കിയാണ്. എത്ര ശിക്ഷ കൊടുത്താലും മതിയാവില്ല. അപ്പൊ അവിടെ ഉള്ള ശിക്ഷയൊന്നും പോരാ, അത് വേറെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്.
എവിടൊക്കെ കൊടുക്കാനായിട്ട്. ഇവൻ അങ്ങോട്ട് ചെല്ലുന്ന താമസമുള്ളൂ. ഉം. ഈശ്വരൻ ഭൗതിക ഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരാളല്ല. പിന്നെയോ, ഈശ്വരൻ ഭൗതിക ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ്. ഈശ്വരൻ എപ്പോഴും ഈശ്വരനാണ്, അല്ലെ? എന്ത് സാഹചര്യത്തിലും, അല്ലെ, ഈശ്വരൻ ഈശ്വരനാകാൻ, അല്ലെ, ഈശ്വരനാണ്. ഉം. ഈശ്വരൻ ഈശ്വരനാകാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താണ്? അദ്ദേഹം ഈശ്വരൻ തന്നെയാണ് ഓൾറെഡി, അല്ലെ? ഏഹ് അദ്ദേഹം എപ്പോഴും ഈശ്വരനാണ്. ഇപ്പോൾ ഒരാൾ ഞാൻ 3 ഗുണങ്ങളുടെ കൺട്രോളിലാണെന്ന് പറയുകയും പിന്നീട് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അല്ലേ? അപ്പൊ ഒരിക്കലും അങ്ങേരെ 3 ഗുണങ്ങളുടെ കൺട്രോളിലാവാൻ പാടില്ല. കുറെ കാലം 3 ഗുണങ്ങളുടെ കൺട്രോളിൽ, പിന്നെ ഒരു സുപ്രഭാതത്തില് അങ്ങനെ, അല്ലെ, പെട്ടെന്ന് ഞാൻ ഇതിന്റെയൊക്കെ മുകളിലാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് ശരിയല്ല, അല്ലേ? ഇനി അതുപോലെ തന്നെ ഈശ്വരനെ മറ്റെന്തോ നിയന്ത്രിക്കുകയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരോ ഈശ്വരനെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഒരിക്കലും ഈശ്വരനല്ല. ആരാലും നിയന്ത്രിക്കപ്പെട്ട ആളല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാല് ഈശ്വരന് സമമായിട്ട് ആരുമില്ല, അദ്ദേഹത്തിന്റെ മുകളിലോട്ടും ആരുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശാശ്വതമായി പരമോന്നത വ്യക്തിയായിരിക്കും. അദ്ദേഹം സ്വതന്ത്രനാണ്, പരമോന്നത നിസ്വാതകരൻ. അതാണ് ഈശ്വരൻ, അല്ലെ? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ഭാവിയിൽ തിരിച്ചറിയാൻ പറ്റും, അല്ലെ? ഒന്നാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. വദന്തി തത്വവിദാസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിതി സിദ്ധ്യതേ. നിരപേക്ഷ തത്വം ഗ്രഹിച്ച ജ്ഞാനിയായ അതീന്ദ്രിയവാദികൾ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നു. ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ ഇതി സിദ്ധ്യതേ എന്നാണ് പറയുന്നത്. ആദ്യം നാം ബ്രഹ്മനായി മനസ്സിലാക്കും, പിന്നീട് അത് പരമാത്മാവായി മനസ്സിലാക്കുന്നു, അവസാനം നാം ഭഗവാനെ മനസ്സിലാക്കുന്നു. അപ്പോൾ അതാണ് ഈ 3 തരത്തിലാണ് ആൾക്കാര് ഭഗവാനെ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് അത് പറയാൻ പറ്റും, അല്ലെ? ഒരു കഥയിലൂടെ നമുക്ക് അത് അറിയാൻ പറ്റും, അല്ലെ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് വേറെ സ്ഥലത്തുണ്ട്, പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പൊ വരുന്ന ഒരു സ്ഥലമാണ്. അതായത് നാഗർകോവില്, അങ്ങനെ നാഗർകോവിലോട്ട് പോകുന്ന വഴി, അല്ലെ? തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴി. അങ്ങനെ ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല, അല്ലെ? റോഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. കുറെ കഴിയുമ്പോൾ വിജനമായിട്ടുള്ള സ്ഥലം വരും, അല്ലെ? നമ്മളിങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തോട് കാറിൽ പോകുമ്പോൾ നമുക്ക് വളരെ ദൂരെയായി ഇന്ന് ആകാശത്ത് ഒരു പച്ച നിറം കാണാൻ പറ്റും. എന്താണ്? ഇപ്പൊ വളരെ ദൂരെ നോക്കുമ്പോൾ എന്തോ ഒരു പച്ച നിറത്തിൽ എന്തോ നിറം മാത്രമായി ക്ലിയർ ആവും, അല്ലെ? ചെറിയൊരു ഡോട്ട് പോലെ പച്ച നിറത്തിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാകും അവിടെ എന്തോ ഒരു പച്ച നിറത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? നമുക്ക് കാണാം, അത്ര ദൂരെയാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ല. അപ്പൊ ഒരു പച്ച നിറത്തിലുള്ള എന്തോ ഉണ്ടോ ആണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ ഒന്നും നമുക്ക് തെളിച്ച് മനസ്സിലാവില്ല അതെന്താണെന്ന്. ഈ ഒരു അവസ്ഥയെ നമ്മുടെ ആദ്യത്തെ അവസ്ഥയെ, അല്ലെ, ബ്രഹ്മൻ ആയി താരതമ്യം ചെയ്യാം. ബ്രഹ്മൻ, അല്ലെ, ഭഗവാൻ അനശ്വരനാണെന്ന് മനസ്സിലാവും. അപ്പൊ ആദ്യത്തെ പടിയായി. അപ്പൊ അങ്ങനെ കാർ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പച്ച നിറത്തിന്റെ ഏതാണ്ട് അടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു പർവ്വതമായിരുന്നു, വലിയൊരു പർവ്വതമായിരുന്നു, അതെ, ഒരു മലയായിരുന്നു. ഇപ്പോൾ നമുക്ക് മല നന്നായി കാണാൻ സാധിക്കും. വളരെ അടുത്തായിട്ട് നമ്മൾ ഈ നഗരത്തിലോട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്, അല്ലേ? അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് മല നന്നായി കാണാൻ സാധിക്കും. പലതരത്തിലുള്ള മരങ്ങളെ നമുക്ക് ക്ലിയർ ആയിട്ട്, അല്ലെ, വളരെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് വളരെ ക്ലിയർ ആയിട്ട് അടുത്ത് കാണാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഓ, ഇതൊരു മലയായിരുന്നു, അതിനകത്ത് കുറെ മരങ്ങളുണ്ട്, അല്ലെ? അതിനെയാണ് നമ്മൾ പരമാത്മ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പരമാത്മാവിനെ മനസ്സിലായി. നേരത്തെ എന്തായിരുന്നു? എന്താണ്, അവിടെ ഒരു പച്ച നിറത്തിൽ എന്തോ ഉണ്ട്. അതാണ് ബ്രഹ്മൻ റിയലൈസേഷൻ. നമ്മൾ വളരെ അടുത്ത്, കുറച്ചുകൂടെ അടുത്തടുത്ത് കുറെ സേവയൊക്കെ ചെയ്ത്, അല്ലെ, വളരെ അടുത്ത് വന്നപ്പോ നമുക്കത് മനസ്സിലായി, ഇതൊരു മലയാണ്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട് അതിനകത്ത്, അല്ലെ? പല തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ അതാണ് എന്താണ് പരമാത്മ റിയലൈസേഷൻ. ഇവിടെ ഭഗവാന് രൂപമുണ്ടെന്നും പരമാത്മ രൂപേണ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാകും.
ഉപനിഷത്തുകൾ പറയുന്നു നമ്മുടെ ശരീരം ഒരു മരത്തിനോട് ഉപമിച്ചിരിക്കുന്നു. ആ മരത്തിൽ രണ്ട് പക്ഷികൾ ഇരിക്കുന്നു. അതിലൊരു പക്ഷി ഈ മരത്തിലെ വിവിധ പഴങ്ങൾ ആസ്വദിക്കുക, എല്ലാ പഴങ്ങളും ഇങ്ങനെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുക. ഏഹ് ചിലത് ചില എന്താണ് പഴങ്ങള് മധുരമായിരിക്കും, ചിലത് കയ്പുള്ളതായിരിക്കും, ചിലത് പുളിപ്പായിരിക്കും, അല്ലെ? അതെല്ലാം അത് കഴിക്കുന്നുണ്ട്, ഒന്നും വെറുതെ കളയുന്നില്ല, അല്ലേ? മധുരിച്ചാലും കയ്പിച്ചാലും പുളിച്ചാലും അതെല്ലാം ആ പക്ഷി കഴിക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ ഈ കഥ കേട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ പക്ഷേ രണ്ടാമത്തെ പക്ഷി ഇതൊന്നും കഴിക്കാതെ, ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ ആദ്യത്തെ പക്ഷിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്നാടാ എന്റെ മുഖത്തേക്ക് നോക്കുന്നത്, ഇവൻ എന്നാടാ എന്റെ അടുത്തേക്ക് വരുന്നത്, എന്നുള്ള അടുത്തടുത്തിരിക്കും എന്ന ഒരു ആകാംക്ഷയിലാണ് മറ്റേ പക്ഷി നോക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ ആദ്യത്തെ പക്ഷി എന്താണ്? ജീവാത്മാവ്, നമ്മൾ തന്നെയാണ്. നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ ആയി ഉപമിച്ചിരിക്കുന്നു ആ ജീവാത്മാവ്. എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, സുഖവും ദുഃഖവും സമ്മിശ്രമായി അനുഭവിക്കുന്നു. രണ്ടാമത്തെ പക്ഷിയെ പരമാത്മാവായി എന്താണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നു, സൂപ്പർ സോൾ. അതാണ് നമ്മുടെ ഉള്ളില് ആരുണ്ട്? സൂപ്പർ സോളായിട്ട് പരമാത്മാവുണ്ട്, ഭഗവാനുണ്ട്. സാക്ഷാൽ ഭഗവാൻ എല്ലാവരിലും വസിക്കുന്നു. സച്ചിത് ആനന്ദ വിഗ്രഹം, അല്ലെ? നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം ഭഗവാൻ അറിയാം. നമ്മൾ എന്തുമാത്രം ജന്മം എടുത്തിട്ടുണ്ടെന്നും, അല്ലെ, അവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എല്ലാം ഭഗവാൻ വളരെ കൃത്യമായിട്ട് അറിയാം. ഇത്രയൊക്കെ പൊടിച്ച ആളാണ് എന്നൊക്കെ ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? പക്ഷെ നമുക്ക് മാത്രം അതിന്റെ ഓർമ്മ ഭഗവാൻ തന്നിട്ടില്ല, മായ കൊണ്ട് മൂടിക്കളയും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതൊക്കെ ജന്മം എടുത്തിട്ടുണ്ടെന്നോ, എത്ര പുഴുവായിട്ടുണ്ടെന്നോ, എത്ര പഴുതാരായിട്ടുണ്ടെന്നോ, എത്ര പാറ്റയായിട്ടുണ്ടെന്നോ, എത്ര ആനയായിട്ടുണ്ടെന്നോ, എത്ര കടുവായിട്ടുണ്ടെന്നോ നമുക്കറിയത്തില്ല, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എന്നും ഈ സുന്ദരകുട്ടപ്പനായിരുന്നു എന്നാണ്. ഒരിക്കലുമല്ല. പക്ഷെ അതിന്റെയൊക്കെ ആ ഒരു ഓർമ്മ ആര് ഭഗവാൻ തന്നിട്ടില്ല, ഭഗവാൻ നമുക്ക് തന്നിട്ടില്ല, അല്ലേ? പക്ഷെ ഇതെല്ലാം തന്നെ നമ്മുടെ എന്താണ് ഭാവി ഭൂതം എല്ലാം ആർക്കറിയാം? ഭഗവാൻ അറിയാം. യോഗികളൊക്കെ മനസ്സിലാക്കിയതെന്ന് ഈ പരമാത്മാവ് അറിയും, അല്ലെ? ആത്യന്തികമായ അറിവാണ്, അല്ലെ? എന്താണ് അറിവെന്ന് പറയുന്നത്? ഭഗവാനെ അറിയുക എന്നതാണ്. പരമസത്യം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതാണ് പരമസത്യം. അപ്പൊ എന്താണ് പരമസത്യം? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതാണ് പരമസത്യം. ഭഗവാനാണ്, ശ്രീകൃഷ്ണനാണ് സാക്ഷാൽ പരബ്രഹ്മം എന്ന് മനസ്സിലാക്കുന്നവനാണ് ഏറ്റവും വലിയ ജ്ഞാനി, അല്ലെ? അപ്പോ നേരത്തെ നാം വന്ന കാർ, അല്ലെ, ഈ ഈ മലയുടെ അരികില് പാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് പതുക്കെ അത് ഡോറൊക്കെ തുറന്ന് വെളിയിൽ ഇറങ്ങി ഉള്ളിലേക്ക് കിടക്കാൻ, അല്ലെ? നമുക്ക് അവിടെ ചെല്ലുമ്പോ നമ്മള് ഈ വളരെ നേരത്തെ ചെറിയൊരു പച്ച ഡോട്ടായിട്ട് കണ്ടത് ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്, ഒരു വലിയ മലയാണ്, വലിയ പർവ്വതമാണ്. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് വന്നിട്ട് കാറൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്, ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കാറിന്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട്, അതിന്റെ ഭംഗി കാണാനായിട്ട്, ആസ്വദിക്കാനായിട്ട് നമ്മൾ അകത്തോട്ട് പോകും. അപ്പൊ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക്, അല്ലെ? നമുക്ക് അവിടെ വിവിധ മൃഗങ്ങളെ കാണാൻ പറ്റും, അല്ലെ? വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങളെ കാണാൻ പറ്റും, വിവിധ തരത്തിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും, അല്ലെ? അവിടെ എന്താണ് ആദിവാസികളൊക്കെ ഉണ്ട്, അല്ലെ? അവിടെ അരുവികളുണ്ട്, പക്ഷികളുണ്ട്, ആളുകളുണ്ട്, വീടുകളുണ്ട്, അവരുടെയൊക്കെ വീടുകളുണ്ട്, ഒക്കെ കാണാൻ സാധിക്കും, വളരെ അടുത്ത് കാണാൻ സാധിക്കും. ഇതാണ് എന്താണ് ആ മലയുടെ പൂർണ്ണമായ അറിവ്. അവിടെ അരുവികളുണ്ട്, അല്ലെ? നല്ല മരങ്ങളുണ്ട്, നല്ല തണുപ്പാണ്, നല്ല സൂര്യൻ പ്രകാശം അങ്ങോട്ട് താഴോട്ട് വരില്ല, കാരണം അത്രയ്ക്കും കാടാണ്, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ എന്തൊക്കെ മരങ്ങളൊക്കെയാണ് ഉള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇപ്പൊ കിട്ടുകയാണ്, കാര്യം തൊട്ടടുത്ത് നോക്കുകയാണ്. അപ്പൊ നമുക്ക് മുഴുവൻ മലയും പൂർണ്ണമായി മനസ്സിലാക്കും. ഇങ്ങനെ നമ്മൾ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കണം, അല്ലെ? പരാശര മുനി പറയുന്നു, വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, എന്താണ്? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഭഗ് ഉള്ളത്, ഭഗുള്ള ആളിനെ നമ്മൾ ഭഗവാൻ എന്ന് പറയും. ഇപ്പൊ നമ്മള് ബലമുള്ള ആളിനെ ബലവാൻ എന്ന് പറയില്ല, അതുപോലെ, അല്ലെ? ആ ഭഗ് എന്താണ്? 6 ഗുണങ്ങൾ, അല്ലെ, ആണ് ഭഗ്, അല്ലെ? അപ്പൊ ശരിക്കും 6 ഗുണങ്ങൾ അടങ്ങിയതാണ് ആര്? ഭഗവാൻ. അതെന്തൊക്കെയാണ് 6 ഗുണങ്ങൾ? എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാനാണ്, അല്ലെ? അപ്പോ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, ഐശ്വരസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ ശ്രീയ ജ്ഞാന വൈരാഗ്യശ്ചൈവ സന്നം ഭാഗ ഇതിങ്കു.
രിങ്കുന, രിങ്കുന. മുഴുവൻ ഐശ്വര്യവും, ഐശ്വര്യസ്യ, മുഴുവൻ ജ്ഞാനവും, മുഴുവൻ ശക്തിയും, മുഴുവൻ പ്രശസ്തിയും, മുഴുവൻ സൗന്ദര്യവും, മുഴുവൻ ത്യാഗവും. അല്ലെ? കരുണാസാഗരമാണ്, ശക്തിമാനാണ്, ധനവാനാണ്, സുന്ദരനാണ്, ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ്. അല്ലെ? സത് ചിത് ആനന്ദ വിഗ്രഹം. എന്താ ഈ മുഴുവൻ പറയാൻ കഴിയും? കാരണം അതിൽ ബാക്കി വയ്ക്കാനില്ല. അല്ലെ? മുഴുവൻ അടങ്ങിയിരിക്കുന്നത്, ഫുള്ളായിട്ട് അടങ്ങിയിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. അതെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഐശ്വര്യം. നമ്മളിപ്പോ ഒരു 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 വലിയൊരു ധനവാനെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലെ, അപ്പൊ അവർക്ക് നല്ല ധനം ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും, പക്ഷെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അല്ലേ? അവർക്ക് എല്ലാ ദിവസവും അസുഖങ്ങളായിരിക്കും. ഡയബറ്റിക് കാണും, BP കാണും, കൊളസ്ട്രോൾ കാണും, അതെല്ലാം ഉണ്ടാവും. അപ്പൊ നേരെ ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. അപ്പോ ബാക്കിയൊന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്, മുഴുവൻ ഐശ്വര്യവും, മുഴുവൻ ജ്ഞാനവും, മുഴുവൻ ശക്തിയും എന്ന് പറയുന്നത്. അല്ലെ? അല്പം പോലും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ആളിനെയാണ് ആര് പറയാ? ഭഗവാൻ ഭഗ് ഉള്ള ആൾ. ഭഗവാൻ എല്ലാം തികഞ്ഞവനാണ്, സച്ചിത് ആനന്ദ വിഗ്രഹം. അല്ലെ? സുഖദേവ ഗോസ്വാമി എന്താണ്, ജനിച്ച ഉടനെ തന്നെ വീട് വിട്ടുപോയി. അല്ലെ? ഈ ലോകം മുഴുവൻ മായയാണെന്നും മിഥ്യയാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 16 കൊല്ലം അല്ലെ ആ അമ്മയുടെ, അല്ലെങ്കിൽ എന്താണ്, അമ്മയുടെ വയറ്റിനകത്ത് അല്ലെ കിടക്കുകയാണ്. കിടന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇനി വെളിയിലോട്ട് വരത്തില്ല, കാരണം വെളിയിലോട്ട് വന്നാൽ എന്നെ മായ പിടിക്കും, അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്നാണ്. വ്യാസദേവൻ ഇങ്ങനെ അല്ലെ റിക്വസ്റ്റ് ചെയ്യണം, എടാ കുഞ്ഞെ, എന്റെ മോനെ, നീ വെളിയിലോട്ട് വാ, ഞാൻ നിന്നെ മായ പിടിക്കാതെ നോക്കിക്കോളാം, നിന്നെ മായ പിടിക്കത്തില്ല എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് വെളിയിലോട്ട് വന്നത്. അല്ലേ? വന്ന ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? നേരെ കാട്ടിലേക്ക് നടന്നുപോയി. പിതാവായ വ്യാസദേവൻ തന്റെ അനുയായികളെ അല്ലെ അദ്ദേഹത്തിന്റെ പുറകെ അയച്ചു, അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അവർ പോയി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ വാഴ്ത്തിപ്പാടുകയും അത് കേട്ട് ശുകദേവ ഗോസ്വാമി ആകർഷകനാകുകയും ചെയ്തു. അല്ലെ? ഇതാരാണ് ഈ ശുകദേവ ഗോസ്വാമി? ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമെങ്കിലും ഞാൻ ആ കഥ ഒന്നും കൂടെ പറയാം, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രം. അറിയുന്നവർക്ക് ഒന്നും കൂടെ ഒന്ന് അല്ലെ ഒരു ഒരു എന്താ പറയാ, ഒരു റിവിഷൻ ആയിക്കോട്ടെ. കൂടുതൽ ആൾക്കാർക്കും അറിയാമായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയാം. അതായത് രാധാറാണിക്ക് 2 പക്ഷികളുണ്ട്, 2 തത്തകളുണ്ട്, പക്ഷികളില്ല, 2 തത്തകളുണ്ട്. തത്തയുടെ പേരൊക്കെ മറന്നുപോയി. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് രാധാറാണിയുടെ ആണെങ്കിലും അവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് തുളസി മഹാറാണിക്കാണ്. അപ്പൊ തുളസി മഹാറാണിയാണ് ഇവരെയൊക്കെ നോക്കുന്നത്. അപ്പൊ ഈ തത്തകളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പൊക്കത്തിൽ പറന്നിട്ട് അല്ലെ ഭഗവാനും കൃഷ്ണനും രാധാറാണിക്കും ഭഗവാൻ കൃഷ്ണനും രാധാറാണിക്കും ഇരുന്ന് ആ വൈകിട്ടുള്ള സന്ധ്യ ഇരുന്ന് സല്ലപിക്കാനും ആനന്ദിക്കാനും ഉള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണ് ഈ തത്തകളുടെ ജോലി. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്ത സ്ഥലം വേറെ പിന്നെ എടുക്കാൻ പാടില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യണം? നേരെ കൊണ്ടുപോയി തുളസി മഹാറാണിക്ക് പറഞ്ഞു. തുളസി മഹാറാണി അത് പോയി കണ്ട് ഒന്നും കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് രാധാറാണിയെ അറിയിക്കും. അതാണ് എന്താണ് ഹൈറാർക്കി. ഒരു ദിവസം ഒരു തത്ത വിചാരിച്ചു, ഒരു തത്ത ഇങ്ങനെ പോയിട്ട് നല്ലൊരു സ്ഥലം, സൂപ്പർ ആയിട്ടുള്ളൊരു സ്ഥലം, അരുവിയൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നല്ല അരുവിയും നല്ല തണുപ്പും നല്ല എന്താണ് മയിലുകളൊക്കെ ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാ ഇപ്പോ ഈ തുളസി മഹാറാണിയോട് പോയി പറഞ്ഞിട്ട് പിന്നെ തുളസി മഹാറാണി പോയി രാധാറാണിയോട് പറയണം, എനിക്ക് ഡയറക്റ്റായിട്ട് പോയിക്കൂടെ? അപ്പൊ ആ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് കിട്ടട്ടെ. എങ്ങനെയോ എപ്പോഴോ ഒരു ഇച്ചിരി അസൂയ, അവിടെ ഒരിക്കലും ഒരു 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 സേവകന് അസൂയ വരുന്നതല്ല. പക്ഷെ നമ്മളെല്ലാവരും ജീവാത്മാക്കളായതുകൊണ്ട് ഇത് അതിനിടയിലൊക്കെ വന്നുപെടും. അല്ലേ? നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാലും, അതുകൊണ്ടാണ് പറയുന്നത് പദം പദം വിപദമാണ്. നമ്മൾ ഓരോ ചുവട് വയ്പും വളരെ സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ കൊത്തോന്ന് നമ്മൾ താഴെ വീഴും. കാരണം അത്രയ്ക്കും അപകടമാണ് ഈ ലോകം മുഴുവൻ. മായ നമ്മൾ എപ്പോ പിടിക്കുമെന്ന് അറിയത്തില്ല. അല്ലെ? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ സത്സംഗത്തിൽ ഇരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അല്ലെ, എത്രയോ കോടി ജന്മങ്ങളുടെ സുഹൃതം ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യജന്മം കിട്ടണമെന്നില്ല. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ പോലും ഭക്തി, നമുക്ക് ഭഗവാന്റെ ഭക്തി അല്ലെ, കൃഷ്ണഭക്തി നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ആ കൃഷ്ണഭക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും 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 പുണ്യം നമ്മൾ ശേഖരിച്ചിട്ടുണ്ടാവണം.
അതുകൊണ്ടാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുകയും അതിലൂടെ തന്നെ നമുക്ക് ആ മനുഷ്യജന്മത്തിൽ നമുക്ക് കൃഷ്ണഭക്തി കിട്ടുകയും ചെയ്യുന്നു. അത്രയും എന്താണ് ദുർലഭമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്നത്. അല്ലെ? ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മറ്റുള്ളവർ ഇതിൽ വരാത്തവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെ? നമ്മളാരും വേസ്റ്റ് ആക്കുന്നില്ല. നമ്മളത് വളരെ എന്താണ് കാര്യക്ഷമമായിട്ട് അല്ലെ അത് ഉപയോഗിക്കുന്നുണ്ട് ഈ മനുഷ്യജന്മം. അല്ലെ? നമ്മളെ ഭക്തി വളർത്താനും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ വളരെ നല്ല കാര്യമാണ്. അല്ലെ? അത് ആ ബുദ്ധി എല്ലാവർക്കും കിട്ടണേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലെ? നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും, ഈ രാജ്യത്തുള്ള എല്ലാവർക്കും, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സമാധാനം നിലനിർത്താൻ പറ്റൂ. എല്ലാവരും കൃഷ്ണഭക്തരാണ്. എല്ലാവരും കൃഷ്ണഭക്തരായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് അസൂയ, കുശുമ്പും അതെല്ലാം നമുക്ക് അത്യാഗ്രഹമൊക്കെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റും. കാമക്രോധ മോഹ ലോപാദികളെല്ലാം നമ്മൾ വിട്ടാൽ അകന്നു പോകും. എങ്ങനെയാണെങ്കിൽ നമ്മള് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സമാധാനം. അല്ലാതെ വേറൊരു പീസ് ഫോർമുല ഒരിക്കലും നടക്കില്ല. ഒരു സ്ഥലത്ത് പീസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ മറ്റേ സ്ഥലത്ത് അവിടെ യുദ്ധം തുടങ്ങും. അവിടെ പീസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് യുദ്ധം തുടങ്ങും. അല്ലേ? കാര്യം എന്താണ്? എല്ലാവരും തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരല്ലാത്തത് കൊണ്ട്. അപ്പൊ ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞാല് ഇതെല്ലാം നമുക്ക് നിലനിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിയാൻ പറ്റും. ഇതന്നെ എല്ലാത്തിനും ഉള്ള ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഭഗവാന്റെ കൃഷ്ണന്റെ ഭക്തരായിരിക്കും, കൃഷ്ണാബോധം മുറിച്ചവരായി. അതാണ് വേണ്ടത്. അല്ലേ? അപ്പോ ഈ ഈ ഈ തത്ത എന്ത് ചെയ്തു? നേരെ പോയിട്ട് രാധാറാണിയോട് പറഞ്ഞു. രാധാറാണി, കണ്ടോ, ദാ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ അത് സൂപ്പർ സ്ഥലമാണ്. ഇന്ന് നമുക്ക് അവിടെ ഭഗവാനുമായിട്ട് അവിടെ പോയി ഇരുന്നാൽ മതി. രാധാറാണിക്ക് സന്തോഷമായെങ്കിലും രാധാറാണി ചോദിച്ചു, നിന്നോട് ആരാണ് എന്നോട് ഒന്ന് പറയാനായിട്ട് പറഞ്ഞത്? നീ തുളസി മഹാറാണിയോടല്ലേ പറയേണ്ടത്? നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ഏഹ് ഞാൻ നിന്നെ ശപിക്കുകയാണ്. അല്ലേ? നീ എന്താണ് ഭൂമിയിൽ പോയി നിന്നെ ഇവിടുന്ന് ഞാൻ ഔട്ടാക്കുകയാണ്, നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്വർഗലോകത്തു നിന്ന് അല്ലെങ്കിൽ എന്താണ് ആത്മീയ ലോകത്തു നിന്ന് തത്തയെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ശപിച്ചു. അല്ലേ? അപ്പൊ നീ എന്താണ് ഏതെങ്കിലും ഒരു ഭൂമിയിൽ പോയി ജനിച്ചോളാം. അങ്ങനെ ഈ തത്ത വളരെ വിഷമിച്ച് താഴോട്ട് താഴോട്ട് പറന്നുകൊണ്ട് വരികയാണ്. അപ്പൊ താഴെ വന്നു കഴിയുമ്പോൾ അവിടെ കൈലാസമുണ്ട്. അല്ലെ? കൈലാസ പർവ്വതത്തില് ഭഗവാൻ ശിവഭഗവാൻ പാർവതിക്ക് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെ? ഭാഗവതം കേട്ട് 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 ഇരുന്ന പാർവതി അമ്മ ഉറങ്ങിപ്പോയി. അല്ലെ? സ്വാഭാവികമാണ്. അല്ലെ? നമുക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഭാഗവതം എടുത്ത് വായിച്ചു നോക്കിയാൽ അപ്പൊ നമ്മൾ ഉറങ്ങിക്കോളും. സ്ലീപ്പിംഗ് പിൽസ് ആണ് പലർക്കും. സ്ലീപ്പിംഗ് പിൽസ് ആണ് ഭാഗവതം, ഭഗവത്ഗീത എന്നൊക്കെ പറയും. അല്ലേ? ഉറക്കം വന്നില്ലെങ്കിൽ അതിനെ ചോദിച്ചു. അപ്പൊ അതുപോലെ ഇതൊക്കെ കേട്ടിട്ട് അല്ലെ അതുവരെ എന്നൊക്കെ മൂളിക്കൊണ്ടിരുന്ന പാർവതി ദേവി ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ ഈ ഈ ഈ എന്താണ് ഈ തത്ത അവിടെ വന്ന് ഒരു മരത്തിന്റെ ചുഴലിരുന്നത്. അയ്യോ, മാതാജി ഉറങ്ങുവാണല്ലോ, ഇനി എന്ത് ചെയ്യും? ഭഗവാൻ അത് വിഷമാവൂലേ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പാർവതിയുടെ സൗണ്ടിൽ ഈ തത്ത എന്ത് ചെയ്തു? ആ ഉം ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഭഗവാൻ ഇത് കണ്ണടച്ചുകൊണ്ടാണ് ഇത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ? അതിലങ്ങോട്ട് മുഴുകി അതിന്റെ ആ രസം മുഴുവൻ ആസ്വദിച്ച് വളരെ ഭക്തിയോടുകൂടിയാണ് അദ്ദേഹം, ശിവഭഗവാൻ പരമേശ്വരൻ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോ ഒരാളിരുന്ന് കൂർക്കം വലിച്ചുറങ്ങും ഫ്രണ്ടിൽ. പിന്നെ ഇത് ആരാണ് എന്റെ കഥയ്ക്ക് മൂളിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ ബാക്കി എല്ലായിടത്തും തിരിഞ്ഞു നോക്കിയപ്പോ കാണാം ഒരു ഒരു എന്താണ് ഒരു മരത്തിന്റെ ചില്ലയിലെ ഒരു പക്ഷി വലിയ ഗമയിലിരിക്കുന്നു. ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ലേ? ശിവഭഗവാന് സത്യത്തിൽ ദേഷ്യമാണ്. അല്ലേ? അത്രയ്ക്ക് അഹങ്കാരമായോ എന്ന് പറഞ്ഞിട്ട് ശൂലം എടുത്തുകൊണ്ട് ഈ തത്തയെ കൊല്ലാനായിട്ട് ഓട്ടിക്കുകയാണ്. ഈ തത്ത ജീവനം കൊണ്ട് ഓടുകയാണ്. പുറകെ ആരുണ്ട്? ശിവഭഗവാനുണ്ട് ശൂലവുമായിട്ട്. നിന്നെ ശരിയാക്കിയിട്ട് ബാക്കി കളയും. അത്രയ്ക്ക് ദേഷ്യം വന്നു ഭഗവാൻ. ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രപ്രസാരിയും ക്ഷിപ്രകോപിയുമാണ് അദ്ദേഹം. അല്ലേ? അപ്പൊ ഉറങ്ങുന്ന ആളിനെയൊക്കെ അവിടെ ഇട്ടിട്ട് ശിവഭഗവാൻ ഈ തത്തേരെ പുറകെ പോവാണ്. അപ്പൊ ഇതേ സമയത്ത് ഭൂമിയിൽ എന്താ സംഭവിക്കും? അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓടി 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 ആ തത്ത ഇങ്ങനെ ഭൂമിയിലെത്തുകയാണ്. ഭൂമിയിലെത്തുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? വ്യാസദേവൻ തന്റെ നിക്ക് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതേ സമയത്ത്. അല്ലേ?
അപ്പൊ ഈ തത്ത ഇങ്ങനെ ഓടി വന്നപ്പോ ഈ വ്യാസദേവന്റെ പത്നി എന്താ ചെയ്തതെന്ന് വെച്ചാല് അവരിങ്ങനെ ഇതൊക്കെ കേട്ടങ്ങ് മുഴുകി വായും തുറന്ന് അങ്ങോട്ട് ഇരിക്കാൻ തുടങ്ങി അല്ലേ. ചിലപ്പോ നമ്മളെ അറിയാതെ വാ തുറന്നു പോകും. കണ്ടിട്ടില്ലേ അങ്ങനെ അല്ലേ. ഇത്രയും ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ പരിസരം മറന്നു പോകും. ഭഗവാൻ എന്താണ് നമ്മുടെ ജഗന്നാഥ് ബലദേവ് സുഭദ്രമയെ പോലെ കൈയും കാലും ഒക്കെ അങ്ങ് അകത്തോട്ട് പോയി ഇതൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല അല്ലേ. അത് അങ്ങ് അതിലാവട്ടങ്ങ് മുഴുകി ശ്രവിച്ച് 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 ആ, ഇങ്ങനെ വായും തുറന്ന് അങ്ങനെ വായ തുറന്നിരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. കാര്യം നമ്മൾ അതിലല്ല. നമ്മുടെ ശരീരം എങ്ങനെ ഇരിക്കണം എന്നല്ല ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ആ കഥയിൽ ഇങ്ങനെ മുഴുകിയിരിക്കണം. അപ്പൊ നമ്മൾ അറിയാതെ കണ്ണൊക്കെ തള്ളി വായൊക്കെ തുറക്കും അല്ലേ. അപ്പൊ ഈ തത്ത നോക്കുമ്പോൾ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒരു ഗുഹ പോലെ ഒരു സാധനം കണ്ടു. അതിനകത്ത് ഒരു ഒറ്റ ഓട്ടം അല്ലേ. അയ്യോ എന്തോ തട്ടിയെന്ന് പറഞ്ഞ് മാതാജി വാ അടയ്ക്കുകയും ചെയ്തു. അപ്പത്തേനെ ഈ തത്തയുടെ പോയി വ്യാസദേവന്റെ ഭാര്യയുടെ വയറ്റിനകത്ത് പോയി. അപ്പോ എന്താണ് ശിവഭഗവാൻ ഇത് കാണുന്നുണ്ട്. ആ തത്തയെ കൂടെ ഇറക്കി വിടാൻ പറഞ്ഞു. ഇപ്പൊ വ്യാസദേവൻ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഏ ഭാഗവതം കേൾക്കുന്ന ഒരാൾക്ക് മരണമുണ്ടോ? അദ്ദേഹത്തിനെ അവരെ വധിക്കാൻ പാടുണ്ടോ? അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ശരിയാണല്ലോ, ഈ തത്ത വേറെ ഒന്നും ചെയ്തില്ലല്ലോ. ഭാഗവതം ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അപ്പൊ പിന്നെ അതിനെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ശിവഭഗവാൻ തിരിച്ചു പോയി അല്ലേ. ഈ തത്ത എവിടെയാണ്? വ്യാസദേവന്റെ പത്നിയുടെ വയറ്റിനകത്താണ്. അതങ്ങനെ വളർന്ന് 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 വളർന്നാണ് സുഖദേവ ഗോസ്വാമിയായിട്ട് വെളിയിലോട്ട് വരുന്നത് അല്ലെ. അപ്പോ അദ്ദേഹം എന്താണ് ഭഗവാനെ ദിവസവും നേരിട്ട് കാണുന്ന ആളാണ്. ഭഗവാന്റെയും അല്ലെ രാധാറാണിയുടെയും എല്ലാ ലീലകളും അറിയുന്ന ആളാണ് അല്ലെ. അത്രയും കാര്യമായിട്ട് വളരെ വളരെ അടുത്ത അസോസിയേറ്റ്സ് ആണ്. സോ അവര് ഈ ഭൂമിയിലാണെങ്കിൽ പോലും ദേ ആർ ട്രാൻസ്ജെൻഡർ. അവര് എല്ലാം അല്ലെ അറിയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ തന്നെ എല്ലാം അറിയുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം വൈദ്യനാഥ് വളരെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വെളിയിലോട്ട് വരില്ല, മായ വെളിയിൽ ഇരിക്കണ്ട്, മായ എന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് വ്യാസദേവൻ പറഞ്ഞത്, ഇല്ല കുഞ്ഞെ, ഞാൻ നിന്നെ സംരക്ഷിച്ചുള്ള, നിന്നെ ഒരിക്കലും മായ പിടിക്കില്ല എന്ന് പറഞ്ഞു അല്ലെ. നീ ധൈര്യമായിട്ട് വെളിയിലോട്ട് വന്നു അല്ലെ. അങ്ങനെയാണ് അദ്ദേഹം ആ ഉറപ്പിലാണ്. അപ്പൊ 16 വയസ്സായപ്പോ അല്ലെ 16 കൊല്ലം എന്താണ് അതിനകത്തുണ്ട് വയറ്റിനകത്ത്. അപ്പൊ വെളിയിൽ ഇറങ്ങിയ ഉടനെ തന്നെ വളർന്ന് പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് അദ്ദേഹം ഒരൊറ്റ പോക്ക് കാട്ടിലോട്ട്. ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കില്ല. എന്തായാലും നിർവ്വാണനായിട്ട് അദ്ദേഹം അതുപോലെ ജനിച്ചതുപോലെ തന്നെ അദ്ദേഹം കാട്ടിലേക്ക് പോയി. അതിന്റെ പുറകെ ആണ് വ്യാസദേവന്റെ അനുയായികളെയൊക്കെ ശിഷ്യന്മാരെയൊക്കെ പല ദിക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചോണ്ട് വരിക അല്ലേ. അപ്പോ ഭഗവാനെ എന്താണ് മായയാണെന്നും വിദ്യയാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിതാവായ വ്യാസദേവൻ തന്റെ അനുയായികളെ അയച്ചു. അവർ പോയി ഭഗവാനെ വാഴ്ത്തി പാടുകയും അത് കേട്ട് ശുകദേവ ഗോസ്വാമി ആകർഷനാകുകയും ചെയ്തു. അപ്പൊ ഇവരിങ്ങനെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടുന്നത് കേട്ടിട്ടാണ് ശുഗന് ഇത് കൊള്ളാലോ, നിങ്ങൾ ഇത് ആരാ പഠിപ്പിച്ചെന്ന്. അപ്പൊ പറയും, ഞങ്ങളുടെ ഗുരുനാഥനാണ് പഠിപ്പിച്ചതെന്ന്. ആഹാ കൊള്ളാലോ. ഓക്കെ, അപ്പോ അങ്ങ് വന്നു കഴിഞ്ഞാല് ഞങ്ങളെ ഗുരുദേവനെ പരിചയപ്പെടുത്തി തരാം, അങ്ങ് വരൂ എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നത് അല്ലെ. ശുഗദേവ ഗോസ്വാമി ആകർഷനാകുകയും ചെയ്തു. തന്നെ വിഷം കഴിപ്പിച്ച് ഏത് ശ്ലോകമാണ് പറഞ്ഞതെന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലെ. അവരന്ന് പാടിയത് തന്നെ വിഷം കഴിപ്പിച്ച് കൊല്ലാൻ വന്ന ഭൂതനയെ അല്ലെ എന്താണ് ഗോലോക വൃന്ദാവനത്തിൽ തന്റെ അമ്മയാക്കിയ ആ പരമപുരുഷനെ സ്മരിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ അടുത്തേക്ക് എന്താണ് ശുകദേവ ഗോസ്വാമി പോവുകയാണ് ചെയ്യുന്നത്. ആരാണോ ഭഗവാന്റെ സേവയിൽ മുഴുകുന്നത് അവർക്ക് തീർച്ചയായും സന്തോഷം ലഭിക്കും അല്ലെ. ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ. ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ. ആരാണോ ഭഗവാന്റെ സേവയിൽ സദാ മുഴുകുന്നത് അവർക്ക് തീർച്ചയായും ആനന്ദം ലഭിക്കും, പരമാനന്ദം ലഭിക്കും, സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും അല്ലെ. അതല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിന്? ഈ സമാധാനത്തിന് വേണ്ടിയാണ് അല്ലേ. അപ്പൊ അത് എങ്ങനെ കിട്ടും എന്നുള്ളതിന്റെ ഒരു ഫോർമുലയാണ്. അപ്പൊ ഈ എന്താണ് വ്യാസദേവന്റെ അനുയായികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രിതർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ത് പാട്ടാണ് പാടിയത്, എന്ത് ശ്ലോകമാണ് പാടിയത്? ശ്രീമദ് ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ 23-ാം ശ്ലോകമാണ് പാടിയത് അല്ലെ. അത് കേട്ടിട്ടാണ് ശുകദേവ ഗോസ്വാമിയുടെ മനസ്സിളകിയത്. അയ്യോ ഇത് ആരാ പറഞ്ഞു തന്നതെന്ന് ചോദിക്കാനുള്ള കാരണം അതേതാണ് അല്ലെ. അതേത് ശ്ലോകമാണെന്ന് നമുക്ക് നോക്കാം. അഹോ ബകീയം സ്തനകാലകൂഢം
जिघांसया पायात् अपि असद्वे लेभे गतिं दात्री दात्री उचितं ततोऽन्यां कं वा दयालुं शरणं व्रजेन अहो भगीयं स्तनकालकूटं जिघांसयापायत् अपि आसद्भिः लभे लभे गतिं दात्री उचितं ततोऽन्यां कं वा दयालुं शरणं व्रजेम ശരണം വ്രജേമ അല്ലെ. ഹോ ബകീയം ധനകാലക്കൂടം, വിശ്വസിക്കാൻ കൊള്ളാത്തവളും മാറിൽ മാരകമായ വിഷം പുരട്ടി കുടിപ്പിക്കാൻ ശ്രമിച്ചവളുമായിട്ടും ഒരു രാക്ഷസിക്ക്, ആർക്കാണത്? ഭൂതൻ അല്ലെ. ഭൂതനയ്ക്ക് മാതാവിന്റെ സ്ഥാനം നൽകിയ ഭഗവാൻ കൃഷ്ണനേക്കാൾ കരുണയുള്ള മറ്റാരെ ഞാൻ അഭയം പ്രാപിക്കും? ആ കം വാ ദയാലും, ഇത്രയും ദയുള്ള അല്ലെ, ആരാ? കം ശരണം വ്രജേമ, അല്ലാതെ ഞാൻ വേറെ ആർക്കാണ് ഞാൻ ശരണം ചെയ്യേണ്ടത്? ശരണം എന്നാണ് ആ ശ്ലോകം പറയുന്നത്. അഹോ ബകീയം സ്ഥനകാലകൂടം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ശ്ലോകമാണ്. അല്ലെ, ഭഗവാനെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് ഇതിലപ്പുറം വേറെ എന്താ ഉള്ളത്? കൊല്ലാനായിട്ട് അല്ലെ, എന്നെ കൊല്ലാനായിട്ട് വന്ന രാക്ഷസിയാണ്. അതോ ആ കുഞ്ഞു പ്രായത്തില് അല്ലെ, എന്താണ്, മാറിടത്തില് വിഷം ചേർത്ത് കൊണ്ടുവന്ന് ഒരു രാക്ഷസിയാണ് ഞാൻ അമ്മയുടെ സ്ഥാനം കൊടുത്ത് രക്ഷിച്ചത് അല്ലെ. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെയൊക്കെ രക്ഷിക്കുന്നത്. നമ്മൾ എന്തെല്ലാം കുറ്റം കാണിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ അപ്പുറമുള്ള കുറ്റങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ ക്ഷമിച്ച് മറന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നില്ലേ, നമ്മളെ എന്താണ്, നമ്മളെ സംരക്ഷിക്കുന്നില്ലേ, നമുക്ക് മേഴ്സി തരുന്നില്ലേ, നമ്മളോട് കൃപ കാണിക്കുന്നില്ലേ അല്ലെ. അതാണ് ഭഗവാൻ. അപ്പൊ വിശ്വസിക്കാൻ കൊള്ളാത്തവളും മാറിൽ മാരകമായ വിഷം പുരട്ടി കുടിപ്പിക്കാൻ ശ്രമിച്ചവളുമായിട്ടും ഒരു രാക്ഷസിക്ക്, ഭൂതനയ്ക്ക് അല്ലെ, മാതാവിന്റെ സ്ഥാനം കൃഷ്ണനേക്കാൾ കരുണയുള്ള മറ്റാരെ ഞാൻ അഭയം പ്രാപിക്കും അല്ലെ. ഭഗവാൻ കൃഷ്ണനല്ലാതെ മറ്റാർക്കാണ് അത് സാധിക്കുക അല്ലെ. അങ്ങനെയുള്ള ആളിനെ വേണം ഞാൻ അഭയം പ്രാപിക്കാൻ എന്നാണ് ഈ ശ്ലോകം പറയുന്നത് അല്ലെ. തന്റെ ശത്രുവിനോട് പോലും അല്ലെ ഉള്ള ഭഗവാന്റെ പരമ കാരുണ്യത്തിന് ഇത് ഒരു ഉദാഹരണമാണ്. പക്ഷെ നമ്മളാരും ശത്രുക്കളല്ലേ. നമ്മള് അതിനെ അപേക്ഷിച്ച് എത്രയോ മുൻപന്തിയിലാണ്. അപ്പൊ അത്രയും കരുണയാണ്, എന്താണ്, ഭാര്യയാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. തന്റെ ശത്രുവിനോട് പോലും ഭഗവാന്റെ പരമമാകുന്ന ആനയത്തിന് ഇത് ഒരു ഉദാഹരണം. അവിടെ ശത്രു എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. കാരണം എന്താണ്, ഭഗവാന് ശത്രു ഇല്ല. ശത്രുവായിട്ട് ആരും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നില്ല. തുല്യനായിട്ടും ആരും ജനിക്കത്തില്ല. എന്താണ്, അദ്ദേഹത്തിന് മുകളിലും ആരും ജനിച്ചിട്ടില്ല എന്നാണ് പറയും ശ്ലോകം. എന്താണ്, വേദം പറയും. തന്റെ ശത്രുവിനോട് പോലുമുള്ള ഭഗവാന്റെ പരമകാരുണ്യത്തിന് ഇത് ഒരു ഉദാഹരണം. ഈ ലീലയില് അവര് ശത്രുവായിട്ടാണ് വന്നത്. ആര്? ഭൂതന ശത്രുവായിട്ടാണ് വന്നത്. കുട്ടിക്കാലത്ത് ആ അത്ഭുത ബാലനെ കൊല്ലാൻ ശ്രമിച്ച ഭൂതന എന്ന രാക്ഷസി അദ്ദേഹത്തിന് മാരകമായ വിഷം കൊടുത്തു. ഒരു കുട്ടിയുടെ വേഷം അഭിനയിക്കുകയായിരുന്ന ഭഗവാൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിയാൻ കേവലം ഒരു രാക്ഷസിയായ അവൾക്ക് സാധിച്ചില്ല, കഴിയുമായിരുന്നില്ല അല്ലെ. തന്റെ ഭക്തയെ, യശോദയെ സംതൃപ്തിയാക്കാൻ അല്ലെ, തൃപ്തിപ്പെടുത്താനായിട്ട് കുട്ടിയാകേണ്ടി വന്ന അദ്ദേഹത്തിന്റെ പരമേശ്വരൻ എന്ന നിലയ്ക്കുള്ള മൂല്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. ഇതൊക്കെയാണ് മായ എന്ന് പറയുന്നത്. മായ കൊണ്ട് നമ്മളെ ഇങ്ങനെ വലച്ചളയും. ബ്രഹ്മാവ് പോലും അതിൽ പെട്ടുപോയില്ലേ അല്ലേ. ഇത് എന്റെ ഭഗവാനാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണ് അല്ലേ? ഇച്ചിരി മോര് വെള്ളത്തിന് വേണ്ടി ഇച്ചിരി മോര് വെള്ളത്തിന് വേണ്ടി സുധാമയുടെ വായില് അടുത്ത് കൊണ്ടുപോയി, സുധാമയായിരുന്നോ? ആ വേറൊരു 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 ആളാണ് തോന്നുന്നു. ഓക്കെ, പേര് മറന്നുപോയി. സുധാമയല്ല. അപ്പോ അദ്ദേഹത്തിന്റെ വായ്ക്കകത്ത് കൊണ്ടുപോയി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ആ വായിൽ ഒരു ഇടി കൊടുത്തിട്ട് ആ വായ്ക്കകത്ത് കിടക്കുന്ന മോരാണ് സ്വന്തം വായിലോട്ട് കയറ്റിയത്. ഇത് കണ്ടിട്ടാണ് എന്താണ് നമ്മുടെ ബ്രഹ്മദേവൻ, ഇതെന്റെ ഭഗവാനല്ല, ഇത്രയും വൃത്തികിടന്ന് എന്റെ ഭഗവാൻ കാണിക്കില്ല എന്ന് ആർക്ക്? ബ്രഹ്മദേവന് തോന്നി. അപ്പൊ ബ്രഹ്മദേവൻ പോലും മതിമറന്നു കണ്ടിട്ടല്ലേ, ഇതെന്റെ ഭഗവാൻ ആയിരിക്കില്ല. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല്, ഭഗവാനെ ഏൽപ്പിക്കുന്ന, ഭഗവാൻ ആടുന്ന ലീലകളൊക്കെ അടിപൊളിയായി. കാരണം അങ്ങറ്റത്തെ എന്താണ് പെർഫെക്ഷനിലാണ് അദ്ദേഹം ചെയ്യാറ്. അതിലൊരു അല്പം പോലും വെള്ളം ചേർക്കില്ല.
യശോദ യശോദമായി വടിയെടുത്ത് ഓടുമ്പോ, വടിയെടുത്ത് അടിക്കാനായിട്ട് ഓടുമ്പോ യഥാർത്ഥമായിട്ട് ഒരു കൊച്ചുകുട്ടി, അപ്പൊ ഭഗവാൻ എന്നുള്ള ഇതൊക്കെ അങ്ങ് മറക്കു പറയും അല്ലെ. എന്നിട്ട് ആ കൊച്ചുകുട്ടിക്ക് എങ്ങനെയാണോ അമ്മയെ അമ്മയെ അമ്മ അങ്ങനെ വടിയായിട്ട് വരുമ്പോ പേടിയാവുന്നത്, അതുപോലെ പേടിച്ചു, കുട്ടുകുട്ടുകുട്ടുകുട്ടുകുട്ടാ വിറച്ചു. ഇല്ല, കണ്ണീരൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീഴാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ. എന്നെ അടിക്കല്ലേ അമ്മ എന്ന് അല്ലെ പറഞ്ഞിട്ട് കരച്ചിൽ. കാര്യം ഭഗവാനാണെന്ന് ആരെങ്കിലും കണ്ടാൽ മനസ്സിലാവില്ല. ഈ ലോകം മുഴുവൻ കിടക്കുന്ന ഭഗവാനാണെന്ന് അല്ലേ. പേടിക്ക്, ഭയത്തിന് പോലും ഭയമുള്ള ഭഗവാനാണെന്ന് അല്ലെ ആർക്കും മനസ്സിലാവില്ല. ആ രീതിയിൽ അദ്ദേഹം അല്ലെ അത് അഭിനയിച്ച് തകർത്ത് കളയും, ജീവിച്ചു കളയും ആ രീതിയിൽ. അതാണ് ഭഗവാന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഫുൾ പെർഫെക്ഷൻ ആണ് ഏതൊരു ലീലയാണെങ്കിലും. ഇപ്പോ നരസിംഹദേവനാണെങ്കിൽ അതിന്റെ പെർഫെക്ഷനിലാണ് അല്ലെ. ഇപ്പോ ഇതുപോലെ വാമനദേവനാണെങ്കിൽ അതിന്റെ പെർഫെക്ഷനിലാണ്. ഇപ്പോ യശോദമ്മയുടെ കുഞ്ഞു കുട്ടിയായിട്ട് ആണെങ്കിൽ ആ ലീലയാണെങ്കിൽ അതിന്റെ പെർഫെക്ഷനിലാണ് ചെയ്യുക അല്ലെ. നമ്മളൊക്കെ അതിശയിച്ചു. അപ്പോ തീർച്ചയായിട്ടും നമുക്ക് ബ്രഹ്മദേവനെ കുറ്റം പറയാൻ പറ്റില്ല, പാവം പെട്ടുപോയി അല്ലേ. ഭഗവാൻ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് തിരിച്ചറിയാൻ കേവലം ഒരു രാക്ഷസിയായ അവർക്ക് കഴിയുമായിരുന്നില്ല, ഭൂതനയ്ക്ക് കഴിയുമായിരുന്നില്ല. തന്റെ ഭക്തയായ യശോദയെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇപ്പൊ അവരുടെ വയറ്റില് മകനായിട്ട് എന്റെ കൂടെ ജനിക്കണം, ജീവിക്കണം എന്നാണ് അവർ വിചാരിച്ചത് അല്ലെ. അതുകൊണ്ടാണ് അവരുടെ കൂടെ, യശോദാമ്മയുടെ കൂടെ കുട്ടിയായി ജനിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പരമേശ്വരൻ എന്ന നിലയ്ക്കുള്ള മൂല്യം ഒട്ടും കുറഞ്ഞിരുന്നില്ല. ഭൂതന സ്നേഹമയിയായ മാതാവായി അഭിനയിച്ച് മുലനുകരാൻ അനുവദിച്ചത് കൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അവരുടെ മാതൃത്വം സ്വീകരിച്ചത്. അതുകൊണ്ട് ആ ഭഗവാൻ അല്ലാതെ ആരാണ് പരമമായ അഭയം എന്നാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലെ. ആ അഭയസ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിന്റെ അപ്പുറത്ത് മറ്റൊരു ആളില്ല അല്ലെ. നമുക്ക് ഏറ്റവും വിശ്വാസമായിട്ട് സറണ്ടർ ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ. കൃഷ്ണ ഭഗവാൻ കി ജയ്. അപ്പോ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഭഗവാനെ എങ്ങനെ സേവ ചെയ്യണം, ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കണം, ഭഗവാനെ എന്തൊക്കെ ചെയ്താലാണ് ഭഗവാന് സന്തോഷം വരിക, നമ്മളെ കാണുക അല്ലെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലോട്ട് മുഴുകി ഭഗവാന്റെ നിത്യം ഭഗവത സേവയ അല്ലെ. എപ്പോഴും ഹരിസ്മരണമായിട്ടിരിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനൊക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളുടെ ഗുരുക്കന്മാരും ആചാര്യന്മാരും നമ്മുടെ ആദികർത്ത പ്രഭുവും അതുപോലെയുള്ള ആൾക്കാരും ഗോവിന്ദ പ്രഭു ഒക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മൾ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി അല്ലെ. ഭഗവാന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവർ ഇതൊക്കെ നമുക്ക് തരുന്നത്. അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ട്, എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് റെഡിയാക്കി തരാനായിട്ട് അല്ലെ. ഇതിന്റെ പുറകിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഒരുപാട് സമയത്തിന്റെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അതെല്ലാം ചെയ്തിട്ടാണ് അവർ നമുക്ക് ഈ ഒരു അവസരം തരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ പങ്കെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ നമുക്ക് കാര്യം നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു താല്പര്യമുണ്ട്, എനിക്ക് ഇതിലൊക്കെ പങ്കെടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഭക്തന്മാരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, സാധിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഈ സത്സംഗത്തിലേക്ക് വന്നു ചേരാൻ പറ്റുന്നത്. അപ്പോൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ അല്ലെ. ഈ അവസരങ്ങൾ, ഈ സുലഭ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇവിടെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. എത്ര പേർക്കാണ് ഇതൊക്കെ കിട്ടുന്നത്? ഈ കൃഷ്ണാപൂരത്തിന്റെ സാധ്യതകൾ കിട്ടുന്ന എത്ര പേർക്കാണ്? വളരെ വിരളമാണ്. അതായത് ഭഗവാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ എല്ലാവരെയും ഭഗവാൻ നമ്മൾ സെലക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മുടെ സ്വയം കഴിവുകൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട് ഒരിക്കലും നടക്കില്ല. ഭഗവാന്റെ ആ മേഴ്സി അല്ലെ, ഭഗവാന്റെ മേഴ്സി ഇല്ല എങ്കിൽ, ഭഗവാൻ ഭയങ്കര മേഴ്സിഫുൾ ആണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഭഗവാൻ 10 സ്റ്റെപ്പ് എടുത്ത് നമ്മുടെ അടുത്തേക്ക് വരും. അയ്യോ, എന്റെ കുഞ്ഞിന് എന്നെ കാണാൻ താല്പര്യമുണ്ട്, എന്റെ അടുത്തേക്ക് വരാൻ താല്പര്യമുണ്ട്, അവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കണം. ആദ്യ കർത്താ പ്രഭു അവനെ ഒന്ന് വിളിക്കും അല്ലെ എന്ന് പറയും. പ്രഭു പറയും, ഭഗവാൻ പറയും അല്ലേ. ഗോവിന്ദരാജ് പ്രഭു ഒന്ന് വിളിച്ചൊന്ന് ഓർമ്മപ്പെടുത്തണേ രാവിലെ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് ഉറങ്ങിപ്പോകും എന്നൊക്കെ പറയും. അപ്പൊ അവരെ കൊണ്ട് വിളിപ്പിക്കുന്നതെല്ലാം ഭഗവാനാണ്, ഭഗവാന്റെ ആ മേഴ്സിയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും നമ്മളെ ആരും കുറ്റം പറയരുത് അല്ലെ. അവരെ ആരും ചീത്ത പറയരുത്, ഇതൊരു ശല്യമായല്ലോ എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാര്യം ഭഗവാനായിട്ട് നമുക്ക് തന്ന ഒരു അവസരമാണ് അല്ലെ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഭഗവാന്റെ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ
നമ്മൾ ആര് പറഞ്ഞു എന്ന് പോകുന്നത്. കാര്യം ഭഗവാൻ അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നതാണ്. ഭഗവാനെ ഇഷ്ടമാണ് ഭഗവാന്റെ സേവ എന്റെ കുഞ്ഞ് ചെയ്യണമെന്ന്, അല്ലെ? നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന്. കാരണം നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ഭഗവാന്റെ മക്കള് അദ്ദേഹത്തിന് എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കണമെന്നാണ് താല്പര്യം, ഇല്ലേ? അപ്പോൾ എന്തിനാണ്? തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്, ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതിനുള്ള വഴികളാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പൊ നമ്മള് എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമ പ്രഭു. ഹരേ കൃഷ്ണ മാറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പദം വിബുധം എന്ന് പറഞ്ഞില്ലേ പ്രഭു? ആ ഒരു ലൈൻസ് മാത്രമേ ഉള്ളൂ? അല്ലല്ല, ഞാൻ അതിന്റെ ഒരു വാക്യം മറന്നുപോയി. പദം വിബുധം എന്നുള്ളത്, ആ വിബുധം എന്നുള്ളത് ആ ദായാണോ? ഏത് ദായാണ് പ്രഭു? പദത്തിന്റെ ദാ തന്നെയാണോ വിബുധം എന്ന് പറയുന്നത്? പദം വിപദം, അതെ, ഒരേ താണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര ക്ലിയർ അല്ല മറിച്ച്. ഹരേ കൃഷ്ണ. അതിന്റെ ആ ശ്ലോകം ഏതാണെന്ന് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു വേണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയുണ്ട് 2 മിനിറ്റ് ഉണ്ട്. ഓരോ മിനിറ്റും വളരെ വിലയേറിയതാണ്. ഭഗവാൻ പറയുന്നുണ്ട് ഇനി 1 മിനിറ്റ് സമയം ഞാനാണെന്ന് ഭഗവാൻ പറയുന്നു. പ്രഭു ഒരു മുന്നറിയിപ്പ് കൂടെയാണ്, വലിയ ചോദ്യം ഒന്നും ചോദിക്കരുതെന്നുള്ള. ഹരേ കൃഷ്ണ. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ്, നല്ല ക്ലാസ്. ഈ ശുഗ എങ്ങനെയാ വ്യാസദേവന്റെ ഭാര്യന്റെ വയറ്റിലെത്തിയെന്നുള്ള ആ ഭാഗം ഞാൻ കേട്ടില്ല. അതെങ്ങനെ എത്തുന്നത്? താഴോട്ട് വന്ന് ഈ മഹാദേവൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് പാർവതി ഉറങ്ങുന്നൊക്കെ, അപ്പൊ അതെങ്ങനെയാ വയറ്റിലെത്തുന്നത് എന്നുള്ളത് കേട്ടില്ല, ആ ഭാഗം കേട്ടില്ല. അഭ്യാസത്തിൽ നിന്ന് ശിവഭഗവാൻ തൃശൂലമായിട്ട് ഓടിക്കുകയാണ്, ഇത് പുറകെ ഓടുകയാണ്, തത്ത ജീവനും കൊണ്ട് ഓടുകയാണ്. പറന്ന് താഴെ ഭൂമിയിലെത്തിയപ്പോ അവിടെ ആ സമയത്ത് വ്യാസദേവൻ അദ്ദേഹത്തിന്റെ പത്നിക്ക് ഭാഗവതം വിവരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോ അതിലിങ്ങനെ കേട്ട് അമ്മ ഇങ്ങനെ അത് ആസ്വദിച്ച് കേട്ട് വാ തുറന്ന് ഇങ്ങനെ ഇരുന്നു പോയി. ആന്ന് പറഞ്ഞിരുന്നു. നമ്മൾ അത്ര ആസ്വദിച്ച് അതിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മള് നമ്മുടെ ശരീരത്തിനെ കുറിച്ചും നമ്മുടെ മുഖത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല, അല്ലെ? നമ്മള് അതിലിങ്ങനെ കണ്ണൊക്കെ തള്ളി എന്നും പറഞ്ഞ്. അപ്പൊ തത്ത നോക്കിയപ്പോ ഒളിച്ചിരിക്കാൻ നല്ലൊരു ഗുഹ കിട്ടി, അല്ലെ? അതൊരൊറ്റ ഓട്ടം അതിനകത്ത് നേരെ അങ്ങ് അകത്തേക്ക് പോയി. അങ്ങനെയാണ് വ്യാസദേവന്റെ പത്നിയുടെ ഉള്ളില് വയറ്റിനകത്ത് ഈ തത്ത കയറുന്നത്, അല്ലേ? ഇതൊക്കെ കണ്ട് കലി തുള്ളി വന്ന പരമശിവൻ പറഞ്ഞു, മര്യാദയ്ക്ക് തത്ത ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞു. ഇപ്പോഴാണ് വ്യാസദേവൻ പറഞ്ഞത്, അങ്ങ് എന്താ പറയുന്നത്? അങ്ങ് മതി മറന്നുപോയോ? ഭാഗവതം ശ്രവിക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ വധിക്കാൻ പറ്റും? കാര്യം അത്രയും ഉന്നതമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അത്രയും പുണ്യം കിട്ടുകയല്ലേ? അതിനെ എങ്ങനെ അപ്പോഴാണ് ശിവഭഗവാന് ആ ഒരു സിറ്റുവേഷനിൽ അവയർനെസ് വന്നത്. ശരിയാണല്ലോ, ശരി, അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു, അപ്പൊ ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന വഴി തിരിച്ചു പോയി. ഇത് അതിനകത്ത് കിടക്കുക. ഈ തത്ത അതിനകത്ത് കിടന്നിട്ട് വെളിയില് അദ്ദേഹത്തിന് അവർ ആത്മീയ ലോകത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ എന്താ കാര്യം അറിയാം, ഇത് മുഴുവൻ അറിയുന്ന ആളാണ്, ഭഗവാനെ നേരിട്ട് കണ്ട ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി വെളിയിൽ മായദൈവം നിപ്പുണ്ട്, ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാൽ ഉടനെ മായ പിടിക്കും. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. കുഞ്ഞുങ്ങള് വയറ്റിനകത്ത് കിടക്കുമ്പോൾ പറയും, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിച്ചാൽ മതി, ഞാൻ അങ്ങയുടെ ദാസനായിക്കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടാണ് വെളിയിലോട്ട് വരുന്നത്. വെളിയിലോട്ട് വരുന്ന കുഞ്ഞിനെ നമ്മളെല്ലാവരും കൂടെ നശിപ്പിച്ച് ലാളിച്ച് അതിനെ ഒരു വഴിയാക്കും, അല്ലെ? അത് മര്യാദയ്ക്ക് ആരും അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമായിരുന്നു, അല്ലെ? എന്റെ ഭഗവാന് വേണ്ടി സേവ ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ് അത് വെളിയിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത് വരുന്ന കുച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചെല്ലിച്ച് വഷളാക്കി ലാളിച്ച് ഉള്ള എല്ലാ കൊടുത്ത് അതിനെ എന്ത് ചെയ്യും? അതിനെ ബട്ടറൈസ് ചെയ്ത് അതിനെ നശിപ്പിക്കും. ഭഗവാന്റെ കാര്യമേ പറയാനോ കേൾക്കാനോ സംഭവം. അപ്പൊ അത് അന്തമിട്ട് അന്താളിച്ച് നോക്കും. അപ്പൊ ഇതാണ് വേണ്ടത്, അല്ലേ? ഇതാണല്ലേ ലോകം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞാൽ നമ്മുടെ ഒഴുക്കിൽ അങ്ങ് ഒഴുകിപ്പോകും, അല്ലെ? അതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ തത്തയ്ക്ക് സാധിച്ചത്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണോ? നമ്മളെ പ്രഭുജിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് യാതൊരു മുടക്കവും കൂടെ വരുന്നതിലേക്ക് വേണ്ടി നമ്മളൊരു 3 പ്രാവശ്യം അതിരപ്പുറം പറയാം.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ 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 ഹരേ